ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 1894. ഇന്ന് മാർച്ച് മാസം 8-ാം തീയതി 67-ാമത്തെ ദിവസത്തിലെത്തി. നോമ്പിന്റെ ആദ്യ ആഴ്ച അവസാനിക്കുകയാണ്. സ്വന്തം ജീവിതത്തിൽ അവനവന്റെ സ്വകാര്യതയിൽ ഒരു മരുഭൂമി അനുഭവം ഉണ്ടായേ മതിയാവും. അതാവട്ടെ തിരിച്ചറിവുകൾ നൽകാൻ വേണ്ടിയാ, ഒന്ന് തിരുത്താൻ വേണ്ടിയാ, തിരികെ മടങ്ങിയെത്താൻ വേണ്ടിയാ. ദൈവത്തിന്റെ ദൂതൻ ഹാഗാറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ടാണ് പോകുന്നത്? വന്ധ്യയായിരുന്നു സാറ. ദാസിയായ ഹാഗാറിനെ വാടക ഗർഭപാത്രമായി ഉപയോഗിച്ചതുമാണ്. താൻ ഗർഭിണിയായി എന്നറിഞ്ഞ ഹാഗാർ വന്ധ്യയും വൃദ്ധയുമായ സാറായെ അവജ്ഞയോടെ നോക്കുകയാണ്. അതില് വല്ലാതെ ക്ഷുഭിതയായി കോപാകുലിയായ സാറായി ഭർത്താവിന്റെ അനുവാദത്തോടെ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. യജമാനനായ അബ്രഹാമിന്റെ സന്തതിയെ ഗർഭത്തിൽ പേറുന്ന ഹാഗാർ മരുഭൂമിയിൽ അലഞ്ഞു. എങ്ങോട്ടെന്നറിയാം, നിന്ദയും നിരാശ നിറഞ്ഞവളുമായി. ഉത്കണ്ഠയും ഭയവും അവളെ വേട്ടയാടി. നീരുറവയുടെ അരികിൽ തളർന്നിരിക്കുന്ന ഹാഗാറിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൂതന്റെ ചോദ്യമുണ്ടല്ലോ. മരുഭൂമി അനുഭവത്തിന്റെ ഒരു പ്രത്യേക മാനം വ്യക്തമാക്കി തരികയാണ്. ഹാഗാറിനെ ആഴപ്പെട്ട ഗാഢമായൊരു ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുന്നതാണ് ആ ചോദ്യം. പേര് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. സാറായുടെ ദാസിയായ ഹാഗാർ. അവനവന്റെ സ്വത്വം വെളിപ്പെടുത്തുന്നതും അവനവനെ നിർവചിക്കുന്നതുമൊക്കെ സ്വന്തം പേര് തന്നെയല്ലേ. താൻ ആരാണെന്ന അവബോധമാണ് മരുഭൂമി അനുഭവത്തിൽ നിന്ന് ആദ്യമേ ഒരാൾക്ക് ഉണ്ടാവുന്നത്. ഈ വലിയ നോമ്പിന്റെ ആദ്യ ആഴ്ച അവസാനിക്കും. അവനവന്റെ ജീവിതത്തിൽ കുറച്ചൊക്കെ ഒരു ഏകാന്തതയെ നിലനിർത്താനായിട്ട്, ആ ഏകാന്തതയുടെ അകത്തൊരു ധ്യാനത്തിന്, മെഡിറ്റേഷന് കുറച്ച് സമയം കണ്ടെത്തിയേ മതിയാവും. അവിടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന താൻ ആരാണെന്ന അവബോധമായിരിക്കും. ഇവിടെ ഹാഗാർ ഒരു ദാസിയാണ്. എങ്ങനെയവൾ ദാസിയായി, ആരാണ് അവളെ ദാസിയാക്കിയതെന്നൊന്നും വിശുദ്ധ ഗ്രന്ഥം പറയുന്നില്ല. എന്നാൽ ഇപ്പോൾ അവൾ ദാസിയാണ്. അത് തിരിച്ചറിയണം, അത് അംഗീകരിക്കണം. തുടർന്നുള്ള 2 ചോദ്യങ്ങളും അതിപ്രധാനം തന്നെയാണ്. നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകും? നമുക്ക് വലിയ നിശ്ചയമില്ലാത്തതാണ്. എവിടെ നിന്ന് വന്നുവെന്നോ, എവിടേക്ക് പോകുന്നുവെന്നോ, എവിടേക്കാണ് പോകേണ്ടതെന്നോ കുറെ കൂടി വ്യക്തത വരുത്താനായിട്ട് നമുക്ക് ഈ നോമ്പിൽ ഏകാന്തതയുടെ ചില മരുഭൂമി അനുഭവങ്ങൾ സ്വന്തമാക്കാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.